നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അടിസ്ഥാനപരമായ ഒരുപാട് മേഖലകളിലേക്ക് നമ്മളിപ്പോഴും നമ്മുടെ സംവിധാനങ്ങളുടെ ആലോചന തന്നെ എത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ +2 കൊമേഴ്സ് എടുക്കുന്ന ആളുകൾക്ക് സാധാരണഗതിയിൽ മാത്തമാറ്റിക്സ് പഠിക്കാനുള്ള ഓപ്ഷൻ വളരെ വിരളാണ്. അപൂർവം ചില കോമ്പിനേഷനുകൾ മാത്രമാണുള്ളത്. ഇപ്പോൾ ഒരു എക്കണോമിക്സ് പഠിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊരു പാറ്റേൺ അനുസരിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കൊമേഴ്സ് എടുക്കുന്ന ആളുകൾ അവർ ഹയർ സെക്കൻഡറിയിൽ എക്കണോമിക്സ് പഠിക്കുന്നുണ്ടാകും. ചില ഹ്യൂമാനിറ്റീസ് കോഴ്സുകളിലും എക്കണോമിക്സ് പഠിക്കുന്നുണ്ടാകും. ഇപ്പോൾ ഇയാൾ ഡിഗ്രിക്ക് ആ വിദ്യാർത്ഥി എക്കണോമിക്സ് പഠിക്കുമ്പോൾ ശരിക്കും എക്കണോമിക്സിലൊരു ഹയർ സ്റ്റഡീസ് വളരെ എഫക്റ്റീവായി നടക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എക്കണോമെട്രിക്സ് ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അത് മാത്തമാറ്റിക്സ് പഠിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ചും +2 തലത്തിൽ മാത്തമാറ്റിക്സ് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്നാൽ നമ്മുടെ ഒരു +2 കോമ്പിനേഷൻ അങ്ങനെ ഒരു ഓപ്ഷൻ തന്നെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ അതുപോലെ ഈ പോപ്പുലേഷൻ സ്റ്റഡീസ്, പിന്നെ നമുക്ക് IIPS പോലെയുള്ള ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ ഇവിടേക്കൊക്കെ കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഈ പോപ്പുലേഷൻ സ്റ്റഡീസിലേക്ക് പോകുന്നത്. പക്ഷേ അവർക്ക് ഈ പോപ്പുലേഷൻ ഡാറ്റയുടെ വലിയ പ്രോസസ്സിങ് മാത്തമാറ്റിക്കൽ ടൂളുകൾ ഉപയോഗിച്ച് നടത്തേണ്ടി വരും. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന കുട്ടികൾ, ഈ മേഖലയിൽ എത്തിപ്പെടുന്ന കുട്ടികൾ സ്വാഭാവികമായും മാത്തമാറ്റിക്സ് പഠിക്കുന്നുണ്ടാവില്ല. സയൻസിലൂടെ പോയി അങ്ങനെ വരുന്ന കുട്ടികളുണ്ടാകാം. എന്നാൽ അതിൻ്റെ ഒരു സാധാരണ പാത്തിൽ വരുന്ന കുട്ടികൾക്ക് ഈ ഒരു അവസരം നമ്മുടെ ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നതുകൊണ്ട് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സമൂലമായൊരു മാറ്റം, നേരത്തെ സാറ് സംസാരത്തിൽ സൂചിപ്പിച്ച് ന്യൂജൻ കോഴ്സുകളും അതിൻ്റെ ഇംപ്ലിക്കേഷൻസൊക്കെ നമ്മുടെ സിലബസിലേക്ക് എംബഡ് ചെയ്യേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം മാറ്റങ്ങളൊക്കെ നടക്കേണ്ട ഒരു സമയമാണ്. അത്തരം ചർച്ചകളോ അതിലേക്കുള്ള സ്റ്റെപ്പുകളോ ഒക്കെ നമ്മുടെ സിസ്റ്റത്തിൽ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകത? തീർച്ചയായിട്ടും സാർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊക്കെ BA എക്കണോമിക്സ് പഠിക്കണമെങ്കിൽ +2 തലത്തിൽ മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം. പക്ഷെ ഇവിടെ ഹ്യൂമാനിറ്റീസ് തലത്തിൽ മാത്തമാറ്റിക്സ് ഓപ്ഷൻ പലപ്പോഴും ഇല്ലയെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കൊമേഴ്സിൽ അപൂർവമായിട്ട് ചില സ്ഥലത്ത് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഓപ്ഷനായിട്ടുണ്ട്. മാത്തമാറ്റിക്സ് കുറച്ച് സ്ഥലത്തുണ്ട്, പക്ഷേ ഹ്യൂമാനിറ്റീസിൽ തീരെയില്ല. കാരണം എക്കണോമിക്സ് ഒരു ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് ആയിട്ടാണ് പലപ്പോഴും കാണുന്നത്. വേറെ ചില യൂണിവേഴ്സിറ്റിയിൽ BSc എക്കണോമിക്സ് ഒക്കെ പറഞ്ഞ കോഴ്സുകളുണ്ട്, അവർക്ക് മാത്തമാറ്റിക്സ് കമ്പൽസറിയാണ്. അപ്പോൾ പലപ്പോഴും സയൻസ് പഠിച്ച കുട്ടികൾക്കാണ് അവിടെയൊക്കെ പോകാനുള്ള അവസരം കിട്ടുന്നത്. ഇപ്പോൾ എക്കണോമിക്സിൽ താല്പര്യത്തോടുകൂടെ ഹ്യൂമാനിറ്റീസ് എടുത്തൊരു കുട്ടിക്ക് പലപ്പോഴും നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി എക്കണോമിക്സ് അഡ്മിഷൻ കിട്ടുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഹ്യൂമാനിറ്റീസ് സ്ഥലത്ത് തന്നെ എക്കണോമിക്സിനോടൊപ്പം തന്നെ മാത്തമാറ്റിക്സ് പഠിക്കാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ടാവണം. അല്ലെങ്കിൽ അഡീഷണലായിട്ട് എഴുതിയെടുക്കാനുള്ള സൗകര്യങ്ങളെങ്കിലും ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്.